ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പം നിങ്ങൾ ഒരു ബികോം ഗ്രാജുവേറ്റ് ആണെങ്കിൽ സഹകരണ മേഖലയിലെ ജോലി നിങ്ങൾക്കും സ്വന്തമാക്കാം. അപ്പോൾ ബികോം കോർപ്പറേഷനിൽ നിങ്ങൾ ഫിനാൻസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ ഏതാണെങ്കിലും നിങ്ങൾക്കും സഹകരണ മേഖലയിൽ ജോലി സ്വന്തമാക്കാം. എങ്ങനെയെന്ന് അറിയണ്ടേ? അങ്ങനെ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കാണുക. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് സാധാരണ നിങ്ങൾ കേട്ടിട്ടുള്ളത് HDC, ഇപ്പം ബികോം കഴിഞ്ഞ് HDC ഡിഗ്രി കഴിഞ്ഞവരൊക്കെ HDC അല്ലെങ്കിൽ JDC കോഴ്സ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ ബികോം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഈ ഒരു HDC JDC കോഴ്സിന് പോകണം. നമ്മുടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ബികോം അല്ലെങ്കിൽ MCOM കഴിഞ്ഞതിന് ശേഷം HDC കോഴ്സിന് ജോയിൻ ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വർഷം HDC കോഴ്സിന് പോകുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മൾ കോർപ്പറേഷന്റെ 4 പേപ്പറുകൾ അഡീഷണൽ ആയി നിങ്ങൾക്ക് എഴുതിയെടുക്കുവാനായിട്ട് പറ്റും. നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോവാതെ, നിങ്ങൾ കോളേജുകളിലൊന്നും പോവാതെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഈ ഒരു 4 പേപ്പർ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബികോം കോർപ്പറേഷൻ കിട്ടും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഒരു HDC JDC കോഴ്സിന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായ രീതിയിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുക. CSEB ആയിക്കോട്ടെ, അല്ലെങ്കിൽ വരാൻ പോകുന്ന PSC എക്സാമുകൾ, PSCയിലെ കോപ്പറേറ്റീവ് ബേസ്ഡ് എക്സാമുകൾക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുവാനായിട്ട് പറ്റും. ഞാൻ ഈ ഒരു കാര്യം പറയുവാൻ കാരണം, ബികോം കഴിഞ്ഞതിന് ശേഷം 3 വർഷം ബികോം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു? HDC കോഴ്സിന് പോയി നിങ്ങൾക്ക് ഏറെക്കുറെ 1 ഇയർ ആണ്, 1 വർഷം അടുത്ത് വരും അല്ലേ? ആ ഒരു സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സേവ് ചെയ്യുവാനായിട്ട് പറ്റും. ആ സമയം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ 4 പേപ്പർ എഴുതിയെടുക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം ഇൻ കേസ് ഇപ്പം ബികോം കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. എനിക്കും HDC അല്ലെങ്കിൽ JDC ചെയ്ത് കോപ്പറേറ്റീവ് ഫീൽഡിൽ ഒരു ജോലി മേടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണ്ട? നിങ്ങളുടെ ജോലിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് കോപ്പറേഷൻ നേടിയെടുക്കുവാനായിട്ട് പറ്റും. അതിന് അഡീഷണൽ എലക്റ്റീവ് ആയിട്ട് നിങ്ങൾ കോപ്പറേഷൻ എഴുതിയെടുക്കുക. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണ്? ഇപ്പൊ MG യൂണിവേഴ്സിറ്റി ഉണ്ട്, കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്, കണ്ണൂരുണ്ട്. അങ്ങനെ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു കോർപ്പറേഷന്റെ 4 പേപ്പർ അഡീഷണൽ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹകരണ മേഖലയിൽ ഒരു ജോലി സ്വന്തമാക്കുവാനായിട്ട് പറ്റും. ഇൻ കേസ് ജനറൽ PSCനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കോമ്പറ്റീഷൻ കുറച്ച് കുറവും എന്നാൽ ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലുമാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പം ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്